എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ കക്കുവും സോറയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ കണ്ണും നോക്കി നിൽക്കും. കക്കു ആണെങ്കിൽ അവന്റെ കഴുത്ത് സ്റ്റെപ്പൊക്കെ ആക്കി മാറ്റി അങ്ങനെ ചാടി നിൽക്കുകയാണ്. ഉടനെ സോറ അവൻ ലെഫേർഡ് സ്റ്റൈലില് കറങ്ങി വന്ന് അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. കാര്യം പിടികിട്ടിയ കക്കു അവൻ സിമ്പിളായി അവന്റെ ബോഡി ഒരു പേപ്പർ പോലെ ആക്കി മാറ്റി സോറയുടെ ഓരോ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ സോറയുടെ പവർ അതവൻ പ്രഡിക്റ്റ് ചെയ്തതിലും അപ്പുറമാണ്. അവൻ ആ വാള് വീശി കറക്റ്റ് ടൈമില് വില്ലന്റെ വയറ്റില് കുത്തിയിറക്കും. കക്കുവിന് പിടികിട്ടും സോറയുടെ പവർ അത് ചെറുതല്ല. ഇത്രയും നേരവും ഞാൻ അവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷെ അപ്പോഴും വില്ലൻ അവന്റെ കോൺഫിഡൻസ് അത് വിട്ടുകളയാൻ തയ്യാറാവില്ല. അവൻ ഭയങ്കര അഹങ്കാരത്തില് ഇപ്പൊ സോറയോട് പറയും, എനിക്ക് 6 പവേഴ്സ് ഉണ്ട്. അതിന്റെ കൂടെ ഡെവിൾ ഫ്രൂട്ടിന്റെ ഈ ജിറാഫി പവറും കൂടെ ആയപ്പോ ഞാൻ CP9 ടീമിലെ നമ്പർ 1 പവർഫുൾ പേഴ്സണായി മാറിയിരിക്കുകയാണ്. എന്നെ പോലെ ഒരാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ചോദിച്ച് അവൻ ടെമ്പസ്റ്റിക് അറ്റാക്ക് എടുത്ത് അത് സ്റ്റാർ പോലെ കറക്കി സോറയ്ക്ക് നേരെ വലിച്ചെറിയും. സോറ കറക്റ്റ് ആയിട്ട് അതൊന്നൊന്നായി തടയാൻ തുടങ്ങും. പക്ഷെ അപ്പോഴായിരിക്കും സോറ പോലും പ്രതീക്ഷിക്കാതെ അവന്റെ തലയങ്ങനെ നീട്ടിയെടുത്ത് ആഞ്ഞൊരടി. ആ ഒരു അടിയില് സോറയുടെ കൺട്രോൾ പോവും. വില്ലനാണെങ്കിൽ വിട്ടുകൊടുക്കാതെ വീണ്ടും അറഞ്ചം സോറയെ തല്ലി അങ്ങനെ താഴേക്കിടും. വില്ലൻ പറയും, നീ 3 അല്ല 4 അല്ല എത്ര സ്ക്വാഡ് ഉപയോഗിച്ചാലും എന്നെ തോൽപ്പിക്കാനാവില്ല. സോ ഇനിയും ദയനീയമായി അടി വാങ്ങാതെ നീ ഗിവപ്പ് ചെയ്യുന്നതാണ് നിനക്ക് നല്ലത്. കക്കു വീണ്ടും സിമ്പിളായിട്ട് അവന്റെ സ്ക്വാഡ് എടുത്ത് വീശും. അതിന് സോറ അവൻ ചാടി എഴുന്നേറ്റ് കക്കുവിന്റെ ഒരു കത്തി തട്ടിത്തെറിപ്പിച്ച് അവനുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. കക്കു ഷോക്കാവും. ഇത്രയും വലിയ പഞ്ച് കിട്ടി വീണ് കിടന്ന സോറ അവനെങ്ങനെ ഇപ്പൊ എഴുന്നേറ്റു? എന്തൊക്കെ സംഭവിച്ചാലും ഇവനെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഫുൾ പവറില് സോറയെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ നാവ് കൊണ്ടും സോറയെ വെറുപ്പിക്കും. നിന്റെ ഫ്രണ്ട് ആ റോബിൻ, അവൾക്ക് സംഭവിച്ച അതേ വിധി തന്നെയാണ് നിനക്കും സംഭവിക്കാൻ പോകുന്നത്. അത് കേട്ട് സോറ അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ റോബിനെ കുറിച്ച് ആലോചിക്കും. ഉടനെ സോറയുടെ അവന്റെ ബോഡിയില് വലിയൊരു ഡീമൻ തന്നെ ക്രിയേറ്റ് ആവുകയാണ്. അക്കുവിനാണെങ്കിൽ ഒന്നും പിടികിട്ടില്ല. സോറയുടെ ദേഷ്യം അതൊരു ഡീമനായി മാറി അവന്റെ സ്ട്രെങ്തും പവറും അത് എൻഹാൻസ് ചെയ്യാണ്. അത് കണ്ട് വില്ലന് ഇപ്പൊ കുറച്ച് പേടിയാവും. വില്ലനാണെങ്കിൽ ആ ബിൽഡിംഗ് തകർത്തതുപോലെ സോറയെയും ഒറ്റ വെട്ടിന് തകർക്കാനായിട്ട് അവന്റെ ടെമ്പസ്റ്റിക് അറ്റാക്ക് എടുത്ത് റെഡിയാവും. പക്ഷെ സോറ അവന്റെ ഡീമൻ പവർ 9 സ്ക്വാഡ് പവർ ഉപയോഗിച്ച് അവനെ നേരിടാൻ തയ്യാറായി കഴിഞ്ഞു. സോറയുടെ ഒരുപാട് കൈകളും അവന്റെ 3 തലയൊക്കെ കണ്ട് കക്കുവിന്റെ ഹാർട്ട് ബീറ്റ് അത് കൂടാൻ തുടങ്ങും. സോറോ കണ്ണടച്ച് ഒരു സെക്കൻഡ് അവന്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും ആലോചിക്കും. അതിനുശേഷം സ്ക്വാഡ് സ്ലാഷ് എന്ന് നിലവിളിച്ച് അങ്ങനെ വട്ടം കറങ്ങി വലിയൊരു പവർ ക്രിയേറ്റ് ചെയ്യും. ഞാനിപ്പോ നിന്റെ കാലനാണെന്ന് പറഞ്ഞ് സോറ അവന്റെ പവറും ആ ഡീമൻ ബോഡിയൊക്കെ ആയി വില്ലന്റെ തൊട്ടടുത്തേക്ക് എത്തും. സോറയുടെ പവർ അതാദ്യം അവന്റെ ബോഡിയിൽ ഹിറ്റ് ചെയ്ത് മുഴുവനായിട്ടും അവന്റെ ബോഡി തകർക്കും. അതിനുശേഷം കണ്ണടച്ച് തുറക്കുന്ന വേഗതയില് ആ 9 സ്ക്വാഡ് ഉപയോഗിച്ച് ഫുൾ ഫോഴ്സില് അവന്റെ ബോഡിയിൽ എല്ലാ ഭാഗത്തും ആഞ്ഞു വെട്ടും. ചോര തുളുമ്പി കക്കു അവനിപ്പോ അവന്റെ പഴയ രൂപത്തിലായി മാറും. പിന്നെ കക്കുവിന് അനക്കം ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് നേരത്തെ ഫൈറ്റിനൊടുവില് നമ്മുടെ സോറയും അടിപൊളിയായി ആ വില്ലനെ തല്ലിക്കൊന്നു. സോറ അവൻ അവസാനമായി പൗലി പറഞ്ഞ കാര്യം അത് കക്കുവിനോട് പറയും. പൗലി നിന്നെ ഓൾറെഡി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അത് കേട്ട് കക്കു അവൻ പതിയെ കണ്ണു തുറക്കും. അവനുടനെ അവൻ അത്രയും നാളും വർക്ക് ചെയ്തത് ബർഗിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തത് അങ്ങനെ ഓരോരോ കാര്യങ്ങള് ആലോചിക്കാൻ തുടങ്ങും. നിനക്കിനി പറ്റിയ ജോലി സൂവിൽ പോയി ഒരു ജിറാഫായി ജീവിക്കുന്നതാണ്. അത് കേട്ട് കക്കു അവൻ ചിരിക്കും. എന്നിട്ട് ആ കീ എടുത്ത് ഇപ്പോ സോറയുടെ മുൻപിലേക്ക് വലിച്ചെറിയും. അപ്പൊ അതേസമയം ലോങ് ഷോട്ടിലായി ആ ഗേറ്റ് ഓഫ് ജസ്റ്റിസ് അത് പതിയെ ഓപ്പണായി വരുന്നത് അവൻ കാണും. ഉടനെ സാഞ്ചി ആണെങ്കിൽ അവിടേക്ക് ഓടി വരും. സോറ ആ കീ എവിടെ? സോറ ഉടനെ ആ കീ സാഞ്ചിക്ക് കാണിച്ചു കൊടുക്കും. സാഞ്ചി ഒരു സെക്കൻഡ് അവിടെ ചുറ്റും നോക്കും. സാഞ്ചിക്ക് പിടികിട്ടും ഇവിടെ വലിയൊരു ഫൈറ്റ് ഓൾറെഡി നടന്നു കഴിഞ്ഞുവെന്ന്. സോറ പറയും, ഇനി നമ്മുടെ മുൻപില് ടൈമില്ല. എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്ത എല്ലാ കീകളുമായി റോബിന്റെ അടുത്തേക്ക് പോയി നമുക്ക് റോബിനെ തിരികെ പിടിക്കാം. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇപ്പൊ സോംബെ ടീം അവനാണെങ്കിൽ ആ ഫ്രാങ്കി ടീംസിനെ വിളിച്ച് വമ്പ സ്പീഡില് ആ ഐലാൻഡിൽ നിന്ന് പുറത്തേക്ക് ഓടുകയാണ്. പൗലി പറയും, ഉറപ്പായിട്ടും സ്ട്രോ ഹാറ്റ് ആൻഡ് ടീം അവർ രക്ഷപ്പെടും. അവരുടെ കൂടെ തന്നെ ഫ്രാങ്കിയും എസ്കേപ്പായി വരും. പക്ഷെ നമ്മൾ ഒരു കാരണവശാലും ഇവിടെ നിൽക്കാൻ പാടില്ല. ആരുടെയൊക്കെ കാൽ ഒടിഞ്ഞു പോയാലും
ഓട്ടം നിർത്തരുത്, ഉഷാറായി ഓടിക്കൊണ്ടേയിരിക്കണം. അവരുടെ തൊട്ടു പിന്നിലായിട്ട് ഇപ്പൊ ആ 2 ജയന്റുകള്. അവരാണെങ്കിൽ ആ 2 പെറ്റ്സിനെയും തൂക്കിയെടുത്തായിരിക്കും അവിടുന്ന് ഉഷാറായിട്ട് ചാടി ഓടുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കുഞ്ഞിപ്പെണ്ണ് അവളാണെങ്കില് ഗ്രാൻഡ്മയെ ഉന്തിത്തള്ളി റോബിനെ രക്ഷിക്കാൻ ആ ഗേറ്റിനടുത്തേക്ക് പോവും. കട്ട് ചെയ്താ ഇവിടെ ആ വില്ലൻ അവൻ റോബിനെ പിടിച്ചു വലിച്ച് ആ ബ്രിഡ്ജിന് മേലെ നിൽക്കുകയാണ്. ബ്രിഡ്ജ് പതിയെ പതിയെ മുഴുവനായിട്ടും കണക്റ്റായി. ഗേറ്റ് ഇപ്പോ മുഴുവനായിട്ടും തുറന്നു കഴിഞ്ഞു. അവൻ പറയും ഇനിയാണ് എന്റെ ഗോള്, അത് ഞാൻ അച്ചീവ് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞ് മുൻപോട്ട് നടക്കും. അതിന്റെ ഇടയിൽ അവൻ ആ സോൾജേഴ്സിനെ വിളിച്ച് ഇപ്പൊ ഒരുപാട് ചീത്ത പറയും. എനിക്ക് എസ്കോട്ടായി സല്യൂട്ട് ചെയ്യാൻ എന്തുകൊണ്ട് നിങ്ങൾ ആരും വന്നില്ല? ഇവിടെ ഇത്രയും വലിയ കാര്യം നടക്കുമ്പോ എന്നെ പോലുള്ള VIP-ക്ക് ഒരു സല്യൂട്ട് തരാൻ പോലും ഇവിടെ ആരും ഇല്ലേ? അത് കേട്ട ആ സോൾജേഴ്സ് അവര് ടെൻഷനായിട്ട് പറയും, സോറി ബോസ്, ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരും. അവനിപ്പോ റോബിനോട് ദൂരെയുള്ള ആ ഗേറ്റ് കാണിച്ചു കൊടുക്കും. ഇതാണ് സ്മോൾ ഗേറ്റ്. ഈ ഗേറ്റ് ആണ് നിന്നെ സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന അടിപൊളി ഗേറ്റ്. പക്ഷെ എനിക്ക് ആ ഗേറ്റ് സ്വർഗമാണ്. ഇവിടേക്ക് നിന്നെ എത്തിക്കുകയാണെങ്കിൽ പിന്നീട് എന്റെ പേര് അത് സ്വർണ്ണ ലിപികളിലായിരിക്കും കൊത്തി വെപ്പിക്കപ്പെടുക. ഇതെന്റെ വലിയൊരു നേട്ടം തന്നെയാണ്. പറിച്ച് നിന്നെ അവര് വറചട്ടിയിലെടുത്ത് വറുത്തെടുക്കും. റോബിനാണെങ്കിൽ ആ ഗേറ്റും സിമ്പിളൊക്കെ കാണുമ്പോ അവളുടെ ജീവൻ തന്നെ പോവും. അവള് വീണ്ടും തിരിഞ്ഞോടാൻ ശ്രമിക്കും. അത് കണ്ട ആ വില്ലൻ അവളുടെ മുടിയിൽ പിടിച്ച് വലിച്ച് അവനോട് അടുപ്പിച്ചു നിർത്തും. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു രക്ഷപ്പെടാൻ നോക്കരുത് എന്ന്. ആര് വിചാരിച്ചാലും നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ അവളുടെ മുടി പിടിച്ച് വലിക്കും. പക്ഷെ അവള് ഫുൾ ഫോഴ്സില് പുറകിലേക്ക് ഓടും. വില്ലൻ ചാടി വന്ന് അവളെ ചവിട്ടി താഴെയിട്ട് തല പിടിച്ച് ആ ചുമരിൽ ആഞ്ഞെട്ടിപ്പിക്കും. ചോര തുളുമ്പി അവള് നിലവിളിച്ച് കരയും. വില്ലൻ എന്നിട്ടും യാതൊരു ദയവില്ലാതെ അവളുടെ മുടിയിൽ പിടിച്ച് വലിക്കും. പക്ഷെ അവളുടെ സ്ട്രെങ്ത് എടുത്ത് ബ്രിഡ്ജിന്റെ കട്ടയില് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അങ്ങോട്ട് പോവില്ല, എനിക്ക് മരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവള് കടിച്ചു പിടിച്ചു നിൽക്കും. അവന്റെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് അവളെ പിടിച്ചു വലിച്ചിട്ടും അവൾ അനങ്ങില്ല. അവളാണെങ്കിൽ ലൂഫിയെ തന്നെ ആലോചിച്ച് സ്ട്രോങ് ആയി അവിടെ കിടക്കും. ലൂഫിയും ടീമും ഉറപ്പായിട്ടും എന്നെ രക്ഷിക്കും, എനിക്ക് മരിക്കാൻ വയ്യ, എനിക്കിനിയും ഒരുപാട് ദൂരം മുൻപോട്ട് പോകാനുണ്ട്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ലൂഫിയെ കാണിക്കും. ലൂഫി ആണെങ്കിൽ ആ വില്ലൻ അവൻ അറഞ്ചം പുറഞ്ച തല്ലി ഒരു മൂലക്കിടും. ഫ്രാങ്കി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഡോറിന്റെ അടുത്ത് വരും. അപ്പോഴേക്ക് ലൂച്ചി അവന്റെ മുൻപിൽ വന്ന് ആയിട്ട് നിൽക്കും. ഫ്രാങ്കി അവന്റെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് ആഞ്ഞൊരിട്ടി. പക്ഷെ അവനാണെങ്കിൽ ഒരു ചെറിയ അനക്കം പോലും തട്ടാതെ അങ്ങനെ സ്റ്റാച്യു പോലെ നിൽക്കും. ഫ്രാങ്കി വണ്ടറടിച്ച് ഞാൻ ആ ഫുക്കുർ വില്ലനെ ഈ പവർ ഉപയോഗിച്ചാണ് തകർത്തത്. പക്ഷെ ഇവനാണെങ്കിൽ ഒരനക്കം പോലും ഇല്ല. അത് കേട്ട് അവൻ ചിരിക്കും. അവൻ പറയും ഫുക്രുവിന് എന്നെ കഴിഞ്ഞ് ഒരുപാട് പവർ കുറവാണ്, അവനെ വെച്ചൊന്നും എന്നെ കമ്പയർ ചെയ്യരുത്. ഫുക്രുവിനെ നീ തകർത്ത് കളയണമെങ്കിൽ ഉറപ്പായിട്ടും നിനക്കും ഇവരെ പോലെ എന്തെങ്കിലും പവർ ഉണ്ടാവും. സോ നീയും മരിച്ചേ പറ്റൂന്ന് പറഞ്ഞ് ഇപ്പൊ ആ വില്ലൻ ഫ്രാങ്കിയുടെ വയറ്റില് ആറഞ്ച പൊറഞ്ച ഇടിക്കുകയാണ്. അത് കണ്ട ലൂഫി അവനെ എടുത്തു ചാടി ഗം ഫിസ്റ്റൽ ഉപയോഗിച്ച് ആ വില്ലനെ ഇട്ടിച്ച് തെറിപ്പിക്കും. ഫ്രാങ്കി ആണെങ്കിൽ ഷോക്കായി ലൂഫിയെ നോക്കും. ലൂഫി ആണെങ്കിൽ ഇപ്പൊ സെക്കൻഡ് ഗിയറിലാണ് ഉള്ളത്. അവൻ ഒരുപാട് നേരം ആ ഒരു സ്റ്റേജിൽ നിൽക്കാൻ കഴിയില്ല. ബോഡി മുഴുവൻ നല്ല രീതിയിൽ ഫോഗൊക്കെ വന്ന് ലൂഫി നല്ല സ്ട്രെങ്തില് ഇപ്പൊ ഫ്രാങ്കിയോട് പറയും ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ എത്രയും പെട്ടെന്ന് റോബിന്റെ അടുത്തേക്ക് പോ. ഫ്രാങ്കി ആണെങ്കിൽ അത് കേട്ട് അടുത്ത സെക്കൻഡ് ഓടാൻ തുടങ്ങും. പക്ഷെ അപ്പോഴായിരിക്കും ലെഫേർഡ് ഫോമില് ആ ഒരു വില്ലൻ ഇപ്പൊ ഫ്രാങ്കിയോട് പറയാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇവിടെ നിന്ന് ഞാൻ നിന്നെ വിടില്ല എന്ന്, എന്നിട്ട് വീണ്ടും നീ എന്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ? അവന്റെ രൂപവും പാവവും ഒക്കെ കാണുമ്പോ തന്നെ ഫ്രാങ്കിക്ക് പിടികിട്ടും അവനും ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ടെന്ന്. ഫ്രാങ്കിക്ക് നേരെ അവൻ എടുത്തു ചാടും. അത് കണ്ട ലൂഫി അവന്റെ കാല് മടക്കി ഒരൊറ്റ തൊഴി കൊടുത്ത് അവനെ തെറിപ്പിച്ച് താഴെയിടും. അതിനുശേഷം ലൂഫിയും ആ വില്ലനും അവർ രണ്ടുപേരും നെക്സ്റ്റ് ലെവൽ പവർ ഉപയോഗിച്ച് അറച്ച പുറഞ്ച അടിക്കും. ഫ്രാങ്കി ആണെങ്കിൽ ആ ഗ്യാപ്പില് ഡോർ തുറന്ന് പുറത്തേക്ക് ഓടും. ഇവിടെ റോബിനെ ആണെങ്കിൽ അവൻ പിടിച്ചു വലിച്ചും ചവിട്ടിയും കുത്തിയൊക്കെ എഴുന്നേപ്പിക്കാൻ ശ്രമിക്കും. അവള് പറയും ഒരു കാര്യവുമില്ല, എന്റെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടിയാണ് ഇവിടം വരെ വന്നത്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലൂഫിയും ആ ലൂച്ചിയും അവർ രണ്ടുപേരും വീണ്ടും നേർക്കുനേർ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.